ഹലോ, നമസ്കാരം. എല്ലാവർക്കും സുഖമാണെന്ന് പ്രതീക്ഷിക്കുന്നു. ഞാനിന്ന് എൻ്റെ കൃഷികളൊക്കെ ഒന്ന് പരിചയപ്പെടാം. ഇത് വെണ്ടക്ക കൃഷിയാണ്. ഇത് ഫുള്ളും മതിലുമ്മലാണ് കൃഷി ചെയ്തിരിക്കുന്നത്. എല്ലാം ഗ്രോ ബാഗിൽ ഒരു 3 വർഷമായ ഗ്രോ ബാഗാണ്. ഒരു 5-8 പ്രാവശ്യം ഞാൻ കൃഷി ചെയ്തൊരു ഗ്രോ ബാഗാണ്. വെണ്ട, ചീര, കുക്കമ്പറും ഒക്കെ നട്ടതാണ് ഈ ഗ്രോ ബാഗിൽ. നല്ല ചീര ഉണ്ട്, പക്ഷേ ചീര നടാതെ ഉണ്ടായതാണ്. നല്ല അടിപൊളി ചീര വെണ്ടക്കൻ്റെ സൈഡിൽ കൂടെ മുളച്ചിരിക്കുന്നു. നല്ല ഇത് കൂർക്കലാണ്, നല്ല അടിപൊളി കൂർക്കൽ. ഇത് ഒരു ബക്കറ്റിലാണ്. ഇത് പയർ, ഒരു ഗ്രോ ബാഗിൽ പുതുതായി പയർ, നമുക്ക് കുട്ടികൾക്ക് സ്കൂൾക്ക് പോകുന്ന സമയത്ത് കഴിഞ്ഞ് പയറിൻ്റെ ആവശ്യം വരും. അപ്പോൾ പയർ നട്ടതാണ്. ഇത് നമ്മളെ റെയിൻബോ കോണാണിത്. ഇത് ഏകദേശം കായായി, മൂക്കാനായിട്ടില്ല. ഏകദേശം ഒക്കെ ഫ്ലവറായി നല്ല കായായി കിട്ടിയിട്ട്, പറിക്കാനായിട്ടില്ല, മൂപ്പാകണുള്ളൂ. ഇത് നമ്മളെ റെയിൻബോ കോണാണ്. ഇതിൻ്റെ സീഡിന് നല്ല വിലയുള്ള ഒരു സാധനമാണ് റെയിൻബോ കോൺ. ഒരു കൊലയിൽ തന്നെ ഒരു കോണ് തന്നെ ഒരു 10 കുറേ ഐറ്റം കളറുണ്ടാവും, ഓരോരോ ചോളവും. നല്ല രസമുള്ളൊരു ഇതാണ്. ഇത് വിളവെടുക്കുമ്പോൾ ഞാൻ കാണിച്ചു തരുന്നുണ്ട്. ഒരു 30 കുരു വാങ്ങിയത്. ആ 30 കുരു മുളച്ച് ഏകദേശം നല്ല ഗ്രോത്തിൽ നല്ല തൈയായി വളർന്ന് ഈ വേനലിലേക്ക് നല്ല പരിപാലനം കൊടുത്തോടുകൂടി ഇതേപോലെ നല്ല ഉഷാറായിട്ട് വളർന്നു. നമ്മൾ എങ്ങനെ അതിനെ പരിചരിക്കുന്നുമോ അതുപോലെ ആയിരിക്കും അതിൻ്റെ വിളവ്. എനിക്ക് നല്ല വിളവാണ് കിട്ടിയത്. ഇതൊക്കെ എൻ്റെ ഗ്രോ ബാഗിലാട്ടോ. ഈ കോണൊക്കെ 2 ആൾ ഉയരത്തിൽ നിൽക്കണം, പക്ഷെ നല്ല ഗ്രോ ബാഗിലാണ് കിടക്കണം. ഇത് ചീര അടക്കുണ്ടായതാണ്, ലക്കി. നമ്മൾ നനയ്ക്കുമ്പോൾ ഉണ്ടാകണതാണ്. അതൊക്കെ നട്ടതൊന്നുമല്ല, ഇടയ്ക്കിടയ്ക്ക് പറിക്കാനുണ്ടാവും ചീര. ഇതൊക്കെ ഗ്രോ ബാഗിലാട്ടോ ഈ സാധനം. കോണൊക്കെ 3 ആളെ ഉയരത്തിലാണ് വളർന്നിരിക്കുന്നത്. നല്ല ഫ്ലവറായി. ഏകദേശം പയർ നട്ടിട്ടുണ്ട് അതിൻ്റെ അടിയിൽ കൂടെ. കാരണം നമുക്ക് ഈ കോണ് ഏകദേശം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പയർ അതിമൂടെ ഇടാം. അതിന് പയറിനായിട്ട് ഒരു മെനക്കെടും കാര്യങ്ങളൊന്നുമില്ല. കാരണം നാട്ടിൽ നിന്ന് വള്ളിയൊന്നും കെട്ടണ്ട, കാരണം ആ കോണിൻ്റെ ഉള്ളിൽ കിടക്കും. ഇത് എൻ്റെ മത്തനാണ്. ഇത് കുറേ പന്നി കൊടുത്ത് അരപ്പാക്കിയത്, പക്ഷേ ഇപ്പോൾ ഉഷാറായി. മത്തൻ അരച്ചു. മത്തനും വെണ്ടയ്ക്കയും, സൈഡിൽ വെണ്ടയ്ക്കയും സൈഡിൽ മത്തനും ചിരങ്ങയും കുമ്പളങ്ങ ഒക്കെ ഉണ്ട്. പിന്നെ കോണും ഉണ്ട് അവിടെ, 2-3-4 കോണും അതിൻ്റെ ഉള്ളിൽ കിടക്കുന്നുണ്ട്. ഒക്കെ മത്തൻ കായ്ച്ച് ഫ്ലവർ ആൾ തുടങ്ങിയതിന് ചിരങ്ങ കായ്ക്കലെടുത്തി. വെണ്ടക്ക നല്ല വിളവെടുക്കുന്നുണ്ട്. ഓരോ ദിവസവും നല്ല വിളവാണ് കിട്ടാറ്. വെണ്ടക്ക നല്ല വിളവാണ്. എന്താ കാട് പോലെയാക്കി. കാരണം ഈ വേനൽ സമയത്തും നനച്ച് ഇതുപോലെ പച്ചപ്പാക്കി. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. നല്ല പരിപാലിക്കുക. അപ്പം ഇതുപോലെ ആവും. ഒരു മുറത്തോളം വെണ്ടക്ക എനിക്ക് ദിവസവും പറിക്കാറുണ്ട്, 1.5 ദിവസം കൂടുമ്പോൾ. ഇതിപ്പോൾ ഞാൻ പുതുതായി പയർ നട്ടതാണ്. നമ്മളെ സ്കൂള് തുറക്കുകയുള്ളൂ. അപ്പോൾ മക്കൾക്കൊക്കെ സ്കൂളിലേക്ക് ഉപ്പേരി നീങ്ങുന്നുണ്ട്. അപ്പോൾ അതിനെ കുറിച്ച് പയർ നട്ടതാണ്. ഏകദേശം വള്ളി വീശാറായി. ഇനി അതിൻ്റെ സൈഡ് കെട്ടി കൊടുക്കണം. അപ്പോൾ നമുക്ക് വെണ്ടക്കൊന്ന് വിളവെടുക്കാം. ഇതെൻ്റെ താഴെ ഭാഗത്തിലെ വെണ്ടക്കയാണ്. ഈ മത്തൻ്റെ ഇടയിൽ സൈഡ് കൂടെ മത്തൻ അങ്ങനെ പടർന്നോളും. വെണ്ടക്ക അത് കായ്ച്ചു കൊണ്ടേയിരിക്കും. കണ്ടോ, ഇതുപോലെ നല്ല ഉഷാറായിട്ട് വെണ്ടയ്ക്കും കിട്ടും. നമുക്ക് മത്തനും കിട്ടും. നല്ല പന്തലിച്ചിരിക്കുന്ന വെണ്ടക്ക തൈയാണ്. എല്ലാത്തിലും നല്ല കായുണ്ട്. ഒന്നരാടം പറിച്ചിട്ടില്ലെങ്കിൽ പിന്നെ മൂത്ത് പോയാൽ പിന്നെ എത്തിനും പറ്റില്ല. അപ്പോൾ നമുക്ക് ഒന്നരാടം പറിക്കണം. എന്നാലേ കായ് നല്ല ഇഷ്ടംപോലെ ഉണ്ടാവുകയുള്ളൂ. അതിന്മേൽ കായ് പറിക്കാതെ നിന്ന് കഴിഞ്ഞാൽ പിന്നെ കായ് വലിയ ഗ്രോത്ത് ഉണ്ടാവില്ല. ഒന്നരാടം പറിക്കും. ഇതെൻ്റെ റെയിൻബോ കോണാണ്. അതിൻ്റെ അടിയിൽ കൂടെയാണ് ഇപ്പോൾ ഇത്. അതൊക്കെ ഗ്രോ ബാഗിലാട്ടോ. കുറച്ചൊക്കെ ഗ്രോ ബാഗിലുണ്ട്. ഇതാണ് എൻ്റെ മതിലിൻ്റെ മുകളിലത്തെ വെണ്ട. അപ്പോൾ ഇതൊന്ന് വിളവെടുക്കാം. നമുക്ക് നല്ല വിളവാണ് കിട്ടാറ്. കാരണം ഒരു 2-3-4 ആഴ്ച കഴിഞ്ഞാൽ വിളവെടുത്തുകൊണ്ടേ ഇരിക്കണം. ഒന്നരാടാന്നിട്ടാണ് നല്ല വിളവാണ് എനിക്ക് കിട്ടുന്നത് ഈ വെണ്ട. ഇതൊക്കെ എൻ്റെ മതിലിൻ്റെ മുകളിൽ ഗ്രോ ബാഗ് വെച്ചുകൊണ്ടാണ് കേട്ടോ. അല്ലാതെ മണ്ണിലോ പാടത്തോ ഒന്നും ഞാൻ പോകാറില്ല. സ്വന്തം മതിലിൻ്റെ മുകളിലാണ് കൂടുതലും കൃഷി ചെയ്യാറ്. യാതൊരു ശല്യങ്ങളോ ഒന്നുമില്ല. നല്ല ഉഷാറായിട്ട് വളരും. 2 ആളെ ഉയരത്തിൽ വെണ്ടയ്ക്കൊക്കെ വളർന്നിരിക്കുന്നു. ഒരു 19-20 വെണ്ടക്ക ഒരു മരത്തിൽ നിന്ന് പറിക്കാം. 20-25 വെണ്ടയ്ക്കൊക്കെ ഒരു മരത്തിൽ നിന്ന് പറിക്കും. ഏകദേശം കയ്യാറായി. എന്നാലും ഇത് ഇല കൊഴിഞ്ഞാലും കായ്ച്ചു കൊണ്ടേയിരിക്കും. ഇലയൊന്നും വേണ്ട, നമുക്ക് കായ്ച്ചു കൊണ്ടേയിരിക്കും. ഇതുപോലെ ഒരു മുറം പച്ചക്കറി.
ഇതിലൊരു 3/4 വെണ്ടയ്ക്കയും എൻ്റെ മതിലിൻ്റെ മുകളിൽ നിന്നാണ് പറിച്ചത്. ബാക്കിയാണ് അവിടുന്ന് നല്ല അജിപ്പൊളി പച്ച വെണ്ടക്ക. കാരണം ഇപ്പം നമ്മുടെ നാട്ടിൽ ഒത്തിരി എല്ലാ പച്ചക്കറിയും കടയിൽ നിന്ന് വാങ്ങുന്ന എല്ലാ പച്ചക്കറിയും കെമിക്കൽ അടിച്ചു കൊണ്ടാണ് വരുന്നത്. അപ്പോൾ ഇതുപോലെ എല്ലാവരും കൃഷി